ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ഈ സ്മാരകം കാണുന്നതിന് വേണ്ടിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെയുടെ ഹൃദയമായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കൊളാബ പ്രദേശം. 2008 ഭീകരാക്രമണത്തിന് ഇരയായ താജ്മഹൽ ഹോട്ടലിന് എതിർവശത്താണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ചരിത്ര നിർമ്മിതിയുള്ള ഈ പ്രദേശം എല്ലാം ഒന്ന് ഇന്ന് കാണണം. രാവിലെ തന്നെ ദാദറിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. എന്നാലും ജനത്തിരക്ക് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ധാരാളം പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റയൊക്കെ കൊടുക്കുന്നു. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം തന്നെ ഇങ്ങനെ ധാരാളം പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയും ഈ ധാരാളം സിനിമകളിലെല്ലാം തന്നെ ഈ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബോംബെ കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാം തന്നെ ഇവിടെ എത്തുന്നു. ഇതാണ് മുംബൈയിലെ പ്രസിദ്ധമായ താജ്മഹൽ പാലസ് ഹോട്ടലും അതിനടുത്ത് കാണുന്ന ടവർ താജ് ടവറും. ഇവിടെയാണ് 2008 ഭീകരാക്രമണത്തിന് വേദിയായ ഒരു സ്ഥലം. ഈ ഹോട്ടലിൽ തീവ്രവാദികൾ കയറി ഒത്തിരി ടൂറിസ്റ്റുകളെ ബന്ദിയാക്കുകയൊക്കെ ഉണ്ടായി. ഈ ഹോട്ടലും പരിസരവും നമ്മൾ ധാരാളം ചിത്രങ്ങളിലും അതുപോലെ തന്നെ സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണിത്. ഈ ടവർ നിർമ്മിച്ചത് 1973 ഈ താജ്മഹൽ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് 1903 ഡിസംബറിൽ ആരംഭിച്ചതാണ് ഈ ഹോട്ടൽ. 2008 നവംബറിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇവിടെ ഹോട്ടലിൽ മാത്രം വിദേശികൾ ഉൾപ്പെടെ 165 പേരെയാണ് കൊല്ലപ്പെട്ടത്. ഹോട്ടലിൽ അന്ന് കുറേ പേരെ ബന്ദികളാക്കിയിരുന്നു. നമ്മുടെ കമാൻഡോസ് അവരെ തുരത്താൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതെല്ലാം അന്ന് നമ്മൾ തത്സമയം TV-യിലെല്ലാം കണ്ടതാണ്. ഇതാണ് ഹോട്ടലിന് എതിർവശവും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പുറകുവശത്തിലും അറബിക്കടൽ. ഇന്ന് നല്ല മഴക്കാരൊക്കെയുണ്ട്. ഇരുണ്ടുകൂടിയ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഈ അറബിക്കടലിനുള്ള ഈ സൈഡിലെല്ലാം തന്നെ ഈ ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെല്ലാം നോക്കി ധാരാളം പേർ, അതിലെ തദ്ദേശീയരായാലും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ എത്തുന്നവരെല്ലാം തന്നെ മുംബൈ നഗരത്തിൽ ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഒന്ന് വിശ്രമിക്കുന്ന ഒരു മറൈൻ ഡ്രൈവിങ്ങിൻ്റെ ഭാഗം കൂടിയാണിത്. ഇവിടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്നാണ് അന്ന് മാധ്യമപ്രവർത്തകരും മറ്റും തിങ്ങി നിറഞ്ഞ ആ സ്ഥലമാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ മുൻഭാഗത്ത് കാണുന്ന ആ സ്ക്വയറിൽ നിന്നാണ് അതെല്ലാം ഷൂട്ട് ചെയ്തിരുന്നത്. മുംബൈയെയും ഇന്ത്യയെയും പിടിച്ചുകുലുക്കിയ ഒരു ഭീകരാക്രമണം നടന്ന സ്ഥലമാണിതെല്ലാം. ഒത്തിരി ചരിത്ര സംഭവങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതിന് എതിർവശത്തുമായി താജ് പാലസ് ഹോട്ടലും. ആഗ്രയിലെ താജ്മഹലിൻ്റെ പേരിലാണ് അന്ന് ജാംഷഡ്ജി ടാറ്റ ഈ ഹോട്ടലിന് താജ്മഹൽ പാലസ് എന്ന് പേരിടാൻ കാരണം. വ്യവസായ പ്രമുഖനായ ജാംഷഡ്ജി ടാറ്റ ഈ 5 സ്റ്റാർ ഹോട്ടൽ താജ്മഹൽ പാലസിൽ 600 മുറികളും അതുപോലെ തന്നെ 44 സീറ്റുകളും 10 റെസ്റ്റോറൻറ്റുകളുമുള്ള ഒരു ഹോട്ടലാണിത്. 1600 ജീവനക്കാർ ജോലി ചെയ്യുന്നു. ഇത് കൊളാബ ഏരിയയാണ്. വലിയ വ്യവസായികളും മറ്റും താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. രത്തൻ ടാറ്റയും മറ്റും ഇവിടെ താമസിക്കുന്നു. പുരാതന കെട്ടിടങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതലും. ഒരു സൈഡിൽ കടൽ, അങ്ങനെ അറബിക്കടൽ, അവിടെയെല്ലാം ടൂറിസ്റ്റുകൾ ഇരുന്ന് കടലിനെ നോക്കിയിരിക്കുന്നു. അങ്ങനെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം പ്രാദേശികരുടെയും സന്ദർശകരുടെയും ഒരു ഒത്തുചേരൽ സ്ഥലം കൂടിയാണ്. കടലിൻ്റെയും നഗരത്തിൻ്റെയും സ്കൈ ലൈനിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരിടം കൂടിയാണ് ഇവിടം.
ചുരുക്കത്തിൽ ഇവിടം ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല, മുംബൈയിലെ സമ്പന്നമായ പൈതൃകത്തിൻ്റെയും കാലക്രമേണയുള്ള മാറ്റങ്ങളുടെയും ഒരു പ്രതീകം കൂടിയാണ് ഇവിടം. ഇത് നഗരത്തിൻ്റെ ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഒരു അഭിമാന ചിഹ്നമായി തുടരുന്നു. അങ്ങനെ ഞാൻ ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് CIS ഓഫ് ഓഫീസേഴ്സ് നമ്മുടെ ബാഗേജ് എല്ലാം തന്നെ സ്കാൻ ചെയ്താണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ചരിത്ര നിർമ്മിതി അത് കാണണം, അതിനടുത്ത് നിന്ന് കാണണം. കല്ലുവിരിച്ച ഈ കാണുന്ന പോലെ കല്ലുവിരിച്ച ഒരു ഗ്രൗണ്ട് എൻ്റെ അങ്ങേയറ്റത്ത് കടലിനോട് ചേർന്നു നിൽക്കുന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1924 മുംബൈയുടെ കടൽ തീരത്ത് പൂർത്തിയായ ഒരു കമാന സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ഡിസംബറിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണത്തിനായി ജോർജ് അഞ്ചാമൻ ഇവിടെ വന്നിറങ്ങിയതിൻ്റെ സ്മരണാർത്ഥം പണിതതാണിത്. 16-ാം നൂറ്റാണ്ടിലെ ഗുജറാത്ത് വാസ്തുവിദ്യയുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഒരു സ്മാരകം. 1913 തറക്കല്ലിട്ടു. 1924 ഇത് ഈ 26 മീറ്റർ ഉയരമുള്ള സ്മാരക കവാനം പൂർത്തീകരിക്കാൻ. 1948 അവസാനത്തെ ബ്രിട്ടീഷ് സൈന്യം വിട്ടുപോയ സ്മാരകം കൂടിയാണിത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. അറബിക്കടലിന് അഭിമുഖീകരിക്കുന്ന ഒരു കോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഘടന ദീർഘചതുരാകൃതിയിലുള്ളതാണ്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. 2 നീളമുള്ള വശങ്ങളും 2 ചെറിയ വശങ്ങളുമായ ഒരു നിർമ്മിതി. നീളമുള്ള വശങ്ങൾക്കിടയിൽ 3 കമാനങ്ങളും 2 ചെറിയ വശങ്ങളിൽ ഓരോ കമാനവുമുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. ഇവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലും എല്ലാം തന്നെ ഈ വ്യൂവിൽ നിന്ന് കാണും. ഇതിന് മുകളിൽ ഇതാണ് താജ്മഹൽ പാലസിൻ്റെ ആ മനോഹരമായ ദൃശ്യം. അതുപോലെ താജ് ടവറും അടുത്ത് നമുക്ക് കാണാം. ധാരാളം ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ എത്തി ഇതിൻ്റെ എല്ലാ ആംഗിളുകളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ പലരും ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് വരുന്ന സന്ദർശകരെ ഫോട്ടോ എടുത്ത് ഉപജീവനം നടത്തുന്ന ധാരാളം ഫോട്ടോഗ്രാഫർമാരുമുണ്ട്. ഇതിൽ ഈ ചരിത്ര സ്മാരകത്തെപ്പറ്റി വിവരിച്ച് എഴുതിയിട്ടുള്ള ഒരു ശിലാഫലകമാണ് ഈ കാണുന്നത്. ഇതിന് മുകളിൽ ഒരു നിലയുണ്ട്. അതിൻ്റെ മുകളിലാണ് 4 ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ഇത് മഞ്ഞ ബസാൾട്ട് കല്ലിലും കോൺക്രീറ്റിലുമായാണ് ഇതിൻ്റെ നിർമ്മിതി. അങ്ങനെ ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ആൾക്കാരെ കടത്തുന്നില്ല, സെക്യൂരിറ്റി പ്രശ്നമുള്ള കാരണം. അതിന് പുറകുവശത്തായി അറബിക്കടലിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പുകളും പണിതിരിക്കുന്നു.